സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം, നിറയും അടയാളം. പിതാവിൻ കൽപ്പനകളും യേശുവിൻ വചനങ്ങളും ആത്മാവിൻ ഫലങ്ങളും മാതാവിൻ വിശുദ്ധിയും അനേകരിൽ നിറയും അടയാളം, അടയാളം. സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം, നിറയും അടയാളം. In the name of Jesus. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനമാണ് ഈ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മ ചൈതന്യം. സർവ സൃഷ്ടജാലങ്ങളും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ ദൈവം തന്റെ സുവിശേഷം തുടർന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദൈവമക്കളും പരിശുദ്ധാത്മ ചൈതന്യമനുസരിച്ച് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ സുവിശേഷത്തിന് പുതിയ മുകുളങ്ങൾ പൊട്ടുകയാണ്. ആ പുതിയ പൂക്കളുടെ പരിമളം അത് സുവിശേഷത്തിന്റെ പുതിയ വെളിപ്പെടുത്തലാണ്. കൽക്കട്ടയിലെ പാവങ്ങളുടെ അമ്മ ഒരു ഡൊറേത്യൻ കന്യാസ്ത്രീയായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. കൽക്കട്ടയിലെ പാവങ്ങളുടെ ഇടയിലെ കണ്ണുനീരിന്റെയും പ്രലാപത്തിന്റെയും സ്വരം കേട്ടപ്പോ അവരുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് സുവിശേഷത്തിനൊരു പുതിയ മുകുളം നൽകി. നീ ഈ പാവങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്താലേ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ മഠം വിടാൻ, കൽക്കട്ടയിലെ കാളിഘട്ടിൽ ഒരു പുതിയ മഠം തുടങ്ങാൻ മദർ തെരേസ 5 രൂപ മൂലധനവുമായിട്ട് ആരംഭിച്ചു. അത് പിന്നീട് വലിയൊരു കരുണയുടെ പ്രവാഹമായിട്ട് മാറി, കരുണയുടെ ഒരു കടലായിട്ട് തീർന്നു. റോമാക്കാർക്ക് എഴുതിയ 8-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനം സ്വാർത്ഥകമായി. സർവസൃഷ്ടപ്രപഞ്ചങ്ങളും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്നും സുവിശേഷം ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണിത്. ഈ പരമ്പര ഒരുപാട് ദൈവാനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ദൃഢവിശ്വാസമുണ്ട്. ദൈവത്തിന്റെ കരം പിടിച്ച് പരിശുദ്ധാത്മ പ്രചോദനമനുസരിച്ച് സുവിശേഷം ജീവിക്കുന്ന ദൈവമക്കളെ കണ്ടെടുക്കാനും അവരുടെ ജീവിതത്തിന്റെ പരിമളം ഭവനം മുഴുവൻ പരിമളമാകുന്നതിന്, സർവമനുഷ്യർക്കും പ്രചോദനമാകുന്നതിന് ഈ പരമ്പര സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസിലേക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശിനി റീസ ടീച്ചറെയാണ്. 2016 ജനുവരി 26-ാം തീയതി ഞാനും എന്റെ മോളും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ
ഒരു ബൈക്ക് വന്ന് ഇടിച്ചു, തെറിച്ചു വീണു. ആ സമയത്ത് എന്റെ ബോധം നഷ്ടപ്പെട്ടു. ഏകദേശം 36 ദിവസം യാതൊരു ഓർമ്മയില്ലാതെ വെന്റിലേറ്ററിലായിരുന്നു. ദൈവത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു. ദൈവം 1000 പേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എന്നോട് കരുണ കാണിച്ചു എന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ. എന്റെ ഭർത്താവും മക്കളുടെയും ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയെന്നാണ് കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു. അത്രയേറെ അവര് പ്രാർത്ഥിക്കുകയും എന്റെ സഹോദരങ്ങളും ഭർത്താവിന്റെ സഹോദരങ്ങളും ആത്മാർത്ഥമായി ഇടപെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരുടെയൊക്കെ പ്രാർത്ഥന ഫലമായി എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു. എനിക്ക് ഓർമ്മ ഇല്ലാതെ വെന്റിലേറ്ററിൽ 36 ദിവസം കിടക്കുമ്പോൾ അനീഷ് ഫാദർ എന്നെ വന്ന് കാണുകയും അൽഫോൺസ് അമ്മയുടെ തിരുശേഷിപ്പ് സ്പർശിച്ച് എന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്നാണ് എന്റെ കണ്ണിനൊരു ചലനം ലഭിച്ചതെന്ന് മോൻ പറഞ്ഞു. മാതാവിന്റെ സാമീപ്യം ഞാൻ നേരിട്ട് അനുഭവിച്ച 2 സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ അപകട സമയത്ത് 4 മാസം എന്റെ ഭർത്താവ് എന്റെ കൂടെ നിന്ന് എന്നെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സമയമായപ്പോൾ തിരിച്ച് അദ്ദേഹം ഖത്തറിലേക്ക് പോവുകയും അതിന്റെ പിറ്റേ ദിവസം ഞാൻ മാതാവിനെ കാണുകയും ചെയ്തു. മാതാവ് ഞാൻ വളരെയധികം വിഷമിക്കുന്നു ഭർത്താവ് തിരിച്ചു പോയപ്പോൾ. ഇനി എന്റെ കാര്യം എങ്ങനെ എന്നുള്ള അന്ന് രാത്രി മാതാവ് എന്നെ വന്ന് കാണുന്നു. കണ്ട് മാതാവ് എന്നെ നോക്കി ചിരിക്കുന്നു. ആ ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു, ഞാൻ നിന്റെ കൂടെ ഇല്ലേ, നീ എന്തിനു സങ്കടപ്പെടുന്നു എന്നുള്ള ആ ധ്വനി പോലെ എനിക്ക് തോന്നി. അങ്ങനെ മാതാവിന്റെ സാന്നിധ്യം ഏറെ നേരിട്ട് അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു. എന്റെ ജീവിതത്തില് കുഞ്ഞുനാൾ മുതല് ഞാൻ യാത്ര ചെയ്യുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും പ്രധാനമായും സുകൃത ജപം ചൊല്ലി നീങ്ങുമായിരുന്നു. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള സുകൃത ജപം ചൊല്ലാൻ ഞാൻ തയ്യാറായി. ക്രിസ്മസ് ആണെങ്കിൽ ആ സമയത്ത്, നോമ്പിന്റെ കാലത്ത് അങ്ങനെ ഞാൻ സുകൃത ജപം ചൊല്ലി തന്നെയാണ് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവകൃപയുടെ ഒരു ഭാഗമായിരിക്കാം 5 വർഷം എനിക്ക് മക്കളില്ലാതിരുന്നു. ഞാൻ കോട്ടയിൽ പോയി ധ്യാനം കഴിഞ്ഞു തിരിച്ചു വന്നു. മാതാവ് എന്നെ സന്ദർശിച്ച ഒരു രാത്രി മാതാവ് സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ പേർഷ്യയിൽ വെച്ച് നിന്നെ അനുഗ്രഹിക്കാം. അപ്പോ ഞാൻ ഈ പേർഷ്യ എന്ന വാക്ക് സ്വാഭാവികമായി എപ്പോഴും ഉപയോഗിക്കുന്നതല്ല. ഒന്നുകിൽ ആ സ്ഥലത്തിന്റെ പേര് പറയും, അല്ലെങ്കിൽ ഗൾഫ് എന്ന് പറയും. പക്ഷെ മാതാവ് എന്നോട് പറഞ്ഞ വാക്കാണ് പേർഷ്യയിൽ വെച്ച് അനുഗ്രഹിക്കാം. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഖത്തറിലെത്തുകയും അവിടെ വെച്ച് തന്നെ എനിക്ക് മോനെ ലഭിച്ചു. 2 വർഷം കഴിഞ്ഞ് വീണ്ടും പോയി അവിടെ വെച്ച് തന്നെ എനിക്ക് മോളെയും ലഭിച്ചു. അങ്ങനെ മാതാവിന്റെ ആ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുകയും ആ മാതാവിന്റെ വാക്കിന്റെ പൂർണ്ണത 2 കുട്ടികളെയും അവിടെ വെച്ച് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, യേശുവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും കർത്താവിനെ മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരും മലാഖമാരും ഈ നിമിഷത്തിൽ സകലർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയൊരു അഭിഷേകം എല്ലാവരിലും വ്യാപിക്കുന്നു. എല്ലാവരും അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കുന്ന പിതാവെ, സ്തുതിക്കുന്ന യേശുവെ, സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിലുള്ള ഈ മഹാശുശ്രൂഷയിലേക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് തിരുവനന്തപുരം അതിരൂപതയിലെ വെട്ടുകാട് ഇടവക അംഗമായ റീറ്റ ടീച്ചറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ആ സഹോദരിയുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്, നേർസാക്ഷ്യമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതേപോലുള്ള വിശുദ്ധ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിയുവാനുള്ള മഹാവേദിയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഈ മഹാശുശ്രൂഷ. ആ മകളെക്കുറിച്ച് കൂടുതൽ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു വചനഭാഗം ഇതാണ്. നമ്മളെല്ലാം ഈ സമയത്ത് കേട്ടുകൊണ്ട് ശ്രവിച്ചുകൊണ്ടിരുന്നു. ആ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായ കർത്താവിന്റെ ഇടപെടല്, യേശുക്രിസ്തുവിന്റെ ഇടപെടല്.
ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ഇടപെടൽ ആ മകൾ സാക്ഷ്യപ്പെടുത്തി. ആ മകളുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ 2 പ്രാവശ്യം അടുത്തു വന്ന് അനുഭവിച്ചറിഞ്ഞ ആ വലിയ മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മക്കളില്ലാതെ ഇരുന്ന സമയത്തില് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നപ്പോൾ ഫസ്റ്റില് കർത്താവിനോടും മാതാവിനോടും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ മകൾക്ക് സന്താന സൗഭാഗ്യമുണ്ടായി. അത് കർത്താവിന്റെ ഇടപെടലാണെന്ന് ആ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചെന്ന് ആ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുടുംബത്തിന് വേണ്ടി റീറ്റ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനഭാഗവും ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ആ മകൾക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി കുറെ നാളുകള് തിരുവനന്തപുരത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. ശരിക്കും കോമ സ്റ്റേജിൽ. ഞാൻ പോയി കണ്ടിരുന്നു. ഞാനും എന്റെ കൂടെ വചന ശുശ്രൂഷ ചെയ്യുന്ന ജിനോ ജോസ് എന്ന ബ്രദറും കൂടെ പോയിരുന്നു. അവിടെ പോകുമ്പോൾ ഇവരുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇവരുടെ സഹോദരൻ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ സമയമായി അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ സമയത്തും കർത്താവിനെ മുറുകെ പിടിക്കുവാൻ, അവർക്ക് ധൈര്യം കൊടുക്കുവാൻ പലരും പ്രാർത്ഥിച്ചു. അവർ പലരുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. വിശ്വാസത്തോടുകൂടെ ഒരു തളർവാദ രോഗിയെ 4 പേർ തൂക്കി യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ യേശുവിന്റെ അരികിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ വിശ്വാസമനുസരിച്ച് അവർ ആ വീടിന്റെ മേൽക്കൂര പൊളിച്ചെടുത്ത് അവനെ യേശുവിന്റെ കാൽക്കൽ കൊണ്ടുവച്ചു. യേശു പറയുന്നു, നിങ്ങളുടെ വിശ്വാസം വലുതാണ്, ഈ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കിടക്കയുമായി വീട്ടിലേക്ക് പോകുന്ന ആ സംഭവം. പ്രിയമുള്ളവരെ, അതേ തുല്യം തന്നെയാണ് ഇതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് നേരിട്ട് ചെയ്ത ഈ അത്ഭുതം തന്നെയാണ് ഈ റീറ്റ സഹോദരിയിലും സംഭവിച്ചത്. കാരണം ഈ മകൾ ഐസിയുവില് അബോധാവസ്ഥയിൽ കിടക്കുന്ന അവസരത്തില് ഈ മകൾക്ക് ചുറ്റിലും അനേകം പുരോഹിതരും അനേകം കന്യാശ്രമമാര്, അനേകം ശുശ്രൂഷകര്, അൽമായര്, അവരുടെ ഇടവക സമൂഹം മുഴുവനും, അധ്യാപകര്, അതേപോലെ വിദ്യാർത്ഥികള് എല്ലാവരും ഈ മകൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വചനം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ മോശയുടെ നേതൃത്വത്തിൽ വന്ന ഇസ്രായേൽ സമൂഹം മുഴുവനും ഒരു യുദ്ധത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ മോശ കരങ്ങൾ ഉയർത്തി, കൂടെയുള്ളവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ സമൂഹം വിജയം കണ്ടു. ഇതാ ഇവിടെയും കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാല്, പ്രാർത്ഥനയുടെ, മക്കളുടെ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ശക്തിയാല് അനേകം പേര് കരമുയർത്തിയപ്പോൾ ഇതാ കർത്താവ് അരികിൽ വന്ന് ആ മകളെ കൈപിടിച്ചുയർത്തി സൗഖ്യം കൊടുത്തിരിക്കുന്നു. ആ സൗഖ്യം കിട്ടിയ മകളാണ് ഇന്ന് നമുക്ക് സാക്ഷ്യം നൽകിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടെ എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് അത് ചെയ്തു തന്നിരിക്കും. റീറ്റ സഹോദരിയുടെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിനക്ക് വിശ്വാസത്തിന്റെ കുറവുണ്ട്. ഉറച്ച വിശ്വാസത്തോടുകൂടെ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ നീ നിന്റെ കുടുംബത്തോടുകൂടെ കരങ്ങൾ ഉയർത്തുക. തീർച്ചയായിട്ടും കർത്താവ് നിനക്കും നിന്റെ കുടുംബത്തിനും സൗഖ്യം തരും, വിടുതൽ തന്നിരിക്കും. കർത്താവിനെ നീ അനുഭവിച്ചറിഞ്ഞിരിക്കും. ഈ മകളുടെ, റീറ്റ എന്ന് പറയുന്ന മകളുടെ കുടുംബ ജീവിതം അതാണ് സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷെ ഈ ജീവിതത്തിൽ മാത്രം പോരാ. കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയോ, നിനക്ക് വിടുതൽ തന്നോ എങ്കിൽ നീ മേലിൽ പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ നിന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും ഉറച്ച വിശ്വാസത്തോടുകൂടിയായിരിക്കണം. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതിന്റെ സാക്ഷ്യമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തളർവാദ രോഗിയെ കിടക്കയോടുകൂടെ എഴുന്നേറ്റ് നടക്കുവാൻ പറഞ്ഞ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. റീറ്റയോട് പറഞ്ഞു എണീറ്റ് നടക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവ് അരികിലുണ്ട്. ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. ആ യേശുക്രിസ്തുവിനെ ഉറച്ച് വിശ്വസിക്കുക. ആ യേശുക്രിസ്തുവിനോട് നീ പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കഷ്ടതകളിൽ നിന്നും കർത്താവ് നിനക്ക് വിടുതൽ തരും. കർത്താവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക
എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കുടുംബമാണ് റീത്ത ടീച്ചറിന്റെ കുടുംബം. അവര് കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് ഭർത്താവും മക്കളും 2 മക്കളുണ്ട്, മക്കളുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നേരിട്ടറിയാമെന്നുള്ള ചില കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ എന്നും ക്രിസ്തുരാജന്റെ സവിധത്തിൽ ചെന്നിരുന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ചും രാത്രിയുടെ യാമങ്ങളിൽ 10 മണി 11 മണിക്ക് ശേഷം ചെന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൽ ജപമാലയാണ് കൂടുതൽ അവരെ ശക്തിപ്പെടുത്തിയത്. ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് ശരിക്കും നമ്മളെയൊക്കെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന്. ആ മരണഘട്ടം വന്നപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും പരിശുദ്ധ അമ്മയും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും, നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മൾ സംരക്ഷിതരായി ജീവിതം ഉറപ്പിക്കും. നമ്മുടെ ജീവിതത്തെ ഒന്ന് ഓർത്തു നോക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എപ്രകാരമുള്ള വിശ്വാസം നിറഞ്ഞതാണോ നമ്മുടെ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത്? പരിശുദ്ധ അമ്മയെ എത്രമാത്രം നീ സ്നേഹിക്കുന്നു? കുരിശിൽ കിടന്നുകൊണ്ട് യേശു നമ്മളെ നോക്കിയാണ് പറഞ്ഞത്, ഇതാ നിന്റെ അമ്മയെന്ന്, ഇതാ നിന്റെ മകനെന്നും മകളെന്നുമൊക്കെ. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. ആ അമ്മയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സുഹൃതജപം പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കുന്ന അമ്മ മാതാവേ, പരിശുദ്ധ അമ്മ മാതാവേ, ആവേ മരിയ, ആവേ മരിയ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, എപ്പോഴും സുഹൃതജപം ചൊല്ലി ജീവിക്കുന്ന ഒരു മകളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അപകടം, മരണകരമായിട്ടുള്ള അപകടത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മയും യേശുക്രിസ്തുവും അവരെ രക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. കുടുംബ പ്രാർത്ഥന, അവർ മക്കൾ ഒരുമിച്ചിരുന്ന് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹം മാത്രമേ വന്നിട്ടുള്ളൂ. നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് ഒന്ന് ഓർത്തു നോക്കുക. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടും നമ്മുടെ പ്രാർത്ഥനാ ജീവിതമില്ലാതെ അലസ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന ജീവിതം, മരണനേരത്തും എപ്പോഴും നമ്മുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്ന പരിശുദ്ധാമ്മ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതം എപ്പോഴും പ്രാർത്ഥന നിറഞ്ഞതായിരിക്കണം. സുഹൃതജപം ചൊല്ലിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളുകൊണ്ട് യേശുനാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ അമ്മയെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ കുടുംബവും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ വെറുതെ പാഴാക്കി കളയരുത്. ഈ പ്രാർത്ഥന കൊണ്ടും ഈ പ്രാർത്ഥനാ ജീവിതം കൊണ്ടും പരിശുദ്ധ അമ്മയെ കൈപിടിച്ച് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും കിട്ടുന്ന സമ്മാനം നിത്യസൗഭാഗ്യമാണ്. അത് ഓർക്കണം. ആ ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും. നമ്മുടെ വിശ്വാസം എത്രത്തോളം ആഴപ്പെട്ടിരിക്കുന്നു അത്രത്തോളം നമ്മൾ വിചാരിക്കുന്നു ക്രിസ്തുവിന്റെ കൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന്. യേശു നമുക്ക് വാഗ്ദാനം ചെയ്ത് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം പോരാ നമുക്ക് കർത്താവിന് നന്ദി പറയാൻ. ഇതാ കുടുംബം ഇന്നും കർത്താവിന് നന്ദി പറഞ്ഞ് ജീവിക്കുന്നു. അവരുടെ ജീവിതത്തെ ഇനി നമ്മളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കണം. അവർ വീണ്ടും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഈ പ്രാർത്ഥന വരട്ടെ. എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് നമുക്ക് കടന്നു പോകാം. യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ. യേശുവാണ് ഇന്ന് ജീവിക്കുന്നവൻ. യേശു ഇന്ന് ജീവിക്കുന്നു. ദിവ്യകാര്യങ്ങളിൽ യേശു ജീവിക്കുന്നു. സന്തോഷത്തോടുകൂടെ നമുക്ക് അവനെ സമീപിക്കാം. അവനെ കാണണം. അവനെ കണ്ടു കഴിഞ്ഞാൽ നീ പ്രകാശിതമാകും. അവനെ കണ്ടവർ പ്രകാശിതരായെന്നുള്ള വചനം യാഥാർത്ഥ്യമാകണമെങ്കിൽ ക്രിസ്തുവിന്റെ അരികിലേക്ക് വരണം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചു വരണം. റീറ്റ ടീച്ചറിന്റെ കുടുംബ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും അതാണ് നമുക്ക് സാക്ഷ്യം വഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും എളിമയോടുകൂടെ ഇതാ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ആദ്യമായി ഈ ഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ വിശ്വാസം നിനക്കില്ലെങ്കിൽ സ്വർഗരാജ്യം നിനക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുനാമം മഹത്വപ്പെടട്ടെ.
കർത്താവിന്റെ നാമം മഹത്വപ്പെടാനായി നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, യേശുവിന്റെ അരികിലിരുന്നു കൊണ്ട് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ റീറ്റ ചേച്ചിയുടെ കുടുംബത്തെ അനുഗ്രഹിക്കാം. കർത്താവിനെ എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന പിതാവെ സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമം മഹത്വപ്പെടട്ടെ. യേശു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്നെ സ്പർശിച്ചിരിക്കുന്നു. വിശ്വസിക്കുക, ദൈവമഹത്വം നീ ദർശിക്കുക. ഹല്ലേലൂയ, ആമേൻ. In the name of Jesus. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, തിരുവനന്തപുരം അതിരൂപതയിലെ വെട്ടുകാട് ഇടവകയിൽ നിന്നുള്ള പ്രിയ സഹോദരി റീത്ത വർഗീസിന്റെ അനുഭവമാണ് നാം ഇന്ന് പങ്കുവയ്ക്കുക. 2016 ഈ പ്രിയ സഹോദരി തന്റെ കുടുംബവുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന വഴിക്കായിരുന്നു സംഭവിച്ചത്. ഒരു ബൈക്കിൽ 3 യുവാക്കൾ മദ്യപിച്ച് എതിരെ വരികയും ഈ പ്രിയ സഹോദരിയെ അപായപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കഥ. അതിനുശേഷം ഈ പ്രിയ സഹോദരിയുടെ ജീവിതം എന്ന് പറയുന്നത് ഏതാണ്ട് 36 ദിവസങ്ങളായിട്ട് ഒരു ഓർമ്മ പോലുമില്ലാതെ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. എങ്കിലും കുടുംബാംഗങ്ങൾ മുഴുവനും ഈ സഹോദരിക്കായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ ദൈവികമായ സ്പർശനം ഈ മകൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നീട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക, ഒരു വൈദികനിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. അന്ത്യകുദാശ നൽകുവാനായിട്ട് ഒരു പുരോഹിതനെ കർത്താവ് സജ്ജമാക്കുന്നു. അങ്ങനെ ആ പുരോഹിതന്റെ അന്ത്യകുദാശിയിലൂടെയും അതിനുശേഷമുള്ള വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് ഈ പ്രിയ സഹോദരിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിലൂടെ വലിയ മഹത്തായ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ്. മരിച്ചുപോയേക്കാം എന്ന് വിചാരിച്ചിരുന്ന ഈ പ്രിയ സഹോദരി തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. പിന്നീട് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. അവൾ കർത്താവിനെ മനസ്സിലാക്കുന്നു. അങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷയിൽ വ്യാപൃതയാകുന്നു എന്നുള്ളതാണ് സത്യം. ഈ പ്രിയ മകൾക്ക് ആകട്ടെ 5 വർഷങ്ങളായി സന്താന ഭാഗ്യമില്ലായിരുന്നു. തിരുവചനം ധ്യാനിക്കുകയും ലഭിച്ച സന്ദേശത്തിലൂടെ ഈ മകൾക്ക് ലഭിക്കുന്ന സന്ദേശപ്രകാരമാണ് അവൾ ഗൾഫിലേക്ക് പോകണമെന്നുള്ളതായിരുന്നു. അങ്ങനെ സ്വന്തം ഭർത്താവുമായിട്ട് അവൾ ഗൾഫിലേക്ക് പോകുകയും പിന്നീട് അവൾക്ക് 2 കുഞ്ഞുങ്ങൾ ഗൾഫിൽ വെച്ച് തന്നെ അവൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മടങ്ങി വരുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ആശ്ലേഷിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ കർത്താവിനെ ഇന്നും ഈ പ്രിയ സഹോദരിയും കുടുംബവും വാനോളം പുകഴ്ത്തുകയും ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പ്രിയ സഹോദരങ്ങളെ,
നമുക്ക് ധന്യമായ മുഹൂർത്തത്തിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവിധമായ രോഗികളെയും നമുക്കൊന്ന് കണ്ണോടിക്കാം. പ്രത്യേകിച്ച് ഐസിയുലായി കഴിയുന്ന ആളുകൾ, കോമ സ്റ്റേജിലായിരിക്കുന്ന ആളുകൾ, അതിനേക്കാൾ ഉപരിയായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള അപകട മരണങ്ങളെ നേരിട്ട് കഴിയുന്ന രോഗികൾ, എല്ലാവരെയും കർത്താവിന്റെ കരസ്പർശനത്തിൽ നമുക്ക് വിട്ടുകൊടുക്കാം. ആശ നഷ്ടപ്പെട്ടു പോയ നിരാശരായ എല്ലാ രോഗികളെയും കർത്താവ് തൊട്ട് സുഖപ്പെടുത്തണമേ എന്നും എല്ലാവരെയും പ്രത്യാശ നൽകി യഥാർത്ഥമായ ജീവിതത്തിലേക്ക് സന്തോഷത്തോടുകൂടി കർത്താവിനെ ആരാധിക്കുവാനും ആർത്തുല്ലസിക്കുവാനും വേണ്ടിയുള്ള കൃപ എല്ലാ രോഗികൾക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന ശുശ്രൂഷയുടെ ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ കുറച്ചു നേരത്തെ പരിചയപ്പെട്ട റീത്ത ടീച്ചറെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്നും റീത്ത ടീച്ചർ വീണ്ടും അത് ശരീരവും മനസ്സൊക്കെ ശക്തിപ്പെട്ടപ്പോൾ വീണ്ടും ഇന്ന് തന്റെ ജോലി ചെയ്യാൻ വേണ്ടി പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നേറുന്ന ടീച്ചറെയാണ് ഈ ആഴ്ച നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ അടുത്ത ആഴ്ച പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആന്റണി ചേട്ടനാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം LLB എടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ച് കൺക്ലൂഡിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഓടി നടന്ന ആന്റണി ചേട്ടൻ. 4 മക്കളുണ്ട്. അത് 2 മക്കള് വൈദികനാവ് പഠിക്കാൻ പോകുന്നു. ബാക്കി 2 പേര് ഭവനത്തിലുണ്ട്. എന്നിരുന്നാലും അവരുടെ കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പഠിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം രൂപത്തിലുള്ള ആന്റണി ചേട്ടന് നമുക്ക് കുടുംബത്തെയും അടുത്ത ആഴ്ച നമുക്ക് പരിചയപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനാ സഹായങ്ങളോ നിയമങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക്, പ്രത്യേകിച്ച് പകൽ സമയം ആ ലാൻഡ് നമ്പറിലേക്ക് വിളിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ശുശ്രൂഷകള് എല്ലാ വ്യാഴാഴ്ച 4 മണിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലായ ജെയ്നീസ് മീഡിയ നിങ്ങൾ തുറക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അതിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്.